ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. 429 കോടിയുടെ അനധികൃത സ്വത്ത് കണ്ടെടുത്തു എന്നാരോപിച്ച് തീഹാർ ജയിലിൽ തുടരുകയാണ് കർണാടകയിലെ കോൺഗ്രസ് നേതാവ് ഡി.കെ. ശിവകുമാർ. ഡി.കെ. ശിവകുമാർ ജയിലിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത്. ഡി.കെക്കെതിരെ മൂന്നാം മുറ പ്രയോഗിക്കുന്നുണ്ട് എന്നും പാകിസ്ഥാൻ തീവ്രവാദിയെ പോലെയാണ് പെരുമാറുന്നതെന്നുമാണ് കർണാടകയിലെ MLC ആയ CM ലിംഗപ്പ ആരോപിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടകയിലെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് ലിംഗപ്പ. ഗുരുതര ആരോപണങ്ങളാണ് ലിംഗപ്പ ഉയർത്തുന്നത്. വളരെ നേരം ഡി.കെയെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മരുന്നോ മറ്റ് അടിസ്ഥാന ആവശ്യങ്ങളോ നിഷേധിക്കുകയാണ്. ഇരുട്ട് സെല്ലിൽ തള്ളുന്നുണ്ടെന്നും ബന്ധുക്കളെ കാണാൻ അനുവദിക്കുന്നില്ല എന്നും ലിംഗപ്പ ആരോപിച്ചു. അദ്ദേഹത്തെ കുറ്റാരോപിതനെ പോലെയല്ല കുറ്റവാളിയായാണ് കണക്കാക്കുന്നതെന്നും ലിംഗപ്പ കുറ്റപ്പെടുത്തി. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥ മോണിക്ക ശർമ്മ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ ലിംഗപ്പ പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം BJPയിൽ ചേരാൻ വിസമ്മതിച്ചതിനാണ് ഡി.കെ. ശിവകുമാറിനെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നതെന്ന് സഹോദരനും ബംഗളൂരു റൂറൽ MP-യുമായ D.K. സുരേഷ് ആരോപിച്ചു. ദക്ഷിണേന്ത്യയിൽ BJPയുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നതിനാലാണ് P. ചിദംബരത്തെയും മകൻ കാർത്തി ചിദംബരത്തെയും BJP വേട്ടയാടുന്നതെന്നും സുരേഷ് ആരോപിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരോട് D.K. ശിവകുമാർ നന്നായി സഹകരിക്കുന്നുണ്ട്. എന്നിട്ടും കടുത്ത പീഡനമാണ് അദ്ദേഹം നേരിടുന്നത്. അദ്ദേഹത്തെ കാണാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടില്ല. BJP നേതാക്കളുടെ താൽപര്യങ്ങൾക്ക് അനുസരിച്ചാണ് ആദായ നികുതി വകുപ്പ് പെരുമാറുന്നതെന്നും സുരേഷ് കുറ്റപ്പെടുത്തി. 2017 ഓഗസ്റ്റിൽ അന്ന് മന്ത്രിയായിരുന്ന ശിവകുമാറിന്റെ ദില്ലിയിലെ വസതിയിൽ കണ്ടെടുത്ത 8 കോടിയിലധികം രൂപയിൽ 7 കോടിയോളം കള്ളപ്പണം എന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ കണ്ടെത്തൽ. തന്റെ സുഹൃത്തായ ഒരു വ്യവസായിയുടെ പണമാണിതെന്നും ഇതുമായി തനിക്ക് ബന്ധമില്ലെന്നുമായിരുന്നു ശിവകുമാറിന്റെ വിശദീകരണം. ആദായ നികുതി വകുപ്പാണ് അന്ന് ശിവകുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് കർണാടകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ വസതികളിലും റെയ്ഡ് നടത്തിയത്. ഇവിടെ നിന്നെല്ലാം പിടിച്ചെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡി.കെയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത പിന്നാലെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ദില്ലി RMLA ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഡി.കെയെ സെപ്റ്റംബർ 19-നാണ് തീഹാർ ജയിലിലേക്ക് മാറ്റിയത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.